18 മുതൽ 24 വരെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റന്റ് അവബോധ വാരമായി ആചരിച്ചു. എന്താണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്? അണുക്കളായ ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ് ആൻഡ് വൈറസ് ഇതിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റിമൈക്രോബിയൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെയായി കണ്ടുവരുന്ന ഒരു മേജർ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ത്രെട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതായത് ഈ മരുന്നുകൾക്ക് എതിരെ ഈ അണുക്കൾ ഒന്നും തന്നെ ആക്ട് ചെയ്യാതിരിക്കുന്നു, അവർ ഇതിനോട് പ്രതികരിക്കാതെയാകുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് തടയാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അമിത ഉപയോഗം, ദുരുപയോഗം, സ്വയചികിത്സ എന്നിവ തടയുക. വൈറൽ പനികൾക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാതിരിക്കുക. ആന്റിബയോട്ടിക്സുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവശേഷിക്കുന്നതോ കാലാവധി കഴിഞ്ഞതോ ആയ ആന്റിബയോട്ടിക്സുകൾ മണ്ണിലോ ജലാശയത്തിലോ ഉപേക്ഷിക്കാതിരിക്കുക. അത് തിരിച്ച് ആശുപത്രി അധികൃതർക്കോ ഫാർമസികൾക്കോ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ കൃത്യമായ അളവിൽ പൂർണ്ണമായും കഴിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. വളർത്തലിലും കന്നുകാലി വളർത്തലുകളിലും മറ്റും ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കൃത്യമായ ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക. ഇതുമൂലം ആന്റിബയോട്ടിക്കുകൾ മരുന്നുകളുടെ ദുരുപയോഗം തടയാവുന്നതാണ്. ഈ ദുരുപയോഗം തുടർന്നു കൊണ്ടുപോയാലുള്ള അവസ്ഥ അത് അതിഭയാനകമാണ്. ഈ ദുരുപയോഗം മൂലം സാധാ ബാക്ടീരിയകൾ സൂപ്പർ ബഗുകളായി രൂപാന്തരപ്പെടുന്നു. അവ ഒരു മരുന്നുകളോടും പ്രതികരിക്കാതെ വരുന്നു. ആ അവസ്ഥയിൽ അണുബാധ പോലെയുള്ള നിസ്സാരമായി മാറ്റാവുന്ന അസുഖങ്ങൾ വലിയ വൻ വിപത്തായി മരണം വരെ അതിൽ നിന്നും നമുക്ക് സംഭവിച്ചേക്കാവുന്നതാണ്. ഈ നവംബർ 18 മുതൽ 24 വരെ ലോകാരോഗ്യ സംഘടന AMR വീക്കായി ആചരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.